Hello everyone, welcome to the course on Electrical Machine Design. We are discussing Module 4. In Module 4, today we are entering to Field Design of Synchronous Machine. Design of Field System, that is Salient Pole Alternator. അതിന്റെ Field System Design ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Okay. First, Dimensions of Pole. Okay. അതിൽ ആദ്യത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ലെങ്ത് ഓഫ് ദ പോൾ ആണ്. ഓക്കെ, ലെങ്ത് ഓഫ്, അതായത് ആക്സിയൽ ലെങ്ത് ഓഫ് പോൾ എന്ന് പറയുന്നത് ക്യാൻ ബി അസ്യൂംഡ് ഫ്രം ദ സ്റ്റേറ്റർ കോർ ലെങ്ത്. എങ്ങനെ? അതായത് ആക്സിയൽ ലെങ്ത് ഓഫ് പോൾ ഈസ് 1 to 1.5 സെന്റിമീറ്റർ ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റേറ്റർ കോർ. സ്റ്റേറ്റർ കോറിന്റെ ലെങ്ത് എൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡി ആൻഡ് എൽ. ഓക്കെ, ആ എല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറവ്, 1 to 1.5 സെന്റിമീറ്റർ കുറവായിരിക്കും ആരുടെ ലെങ്ത്? ആക്സിയൽ ലെങ്ത് ഓഫ് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് പോൾ ആണ്. ഓക്കെ, വിഡ്ത്ത് ഓഫ് പോൾ കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ലീക്കേജ് ഫാക്ടർ. ഓക്കെ, ലീക്കേജ് ഫാക്ടർ എന്ന് പറയുന്നത് ക്യാൻ ബി അസ്യൂംഡ് ഇൻ ബിറ്റ്വീൻ 1.1 to 1.15. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലക്സ്. അത് കിട്ടിയാൽ നമുക്ക് ഫ്ലക്സ് ഇൻ ദ പോൾ ബോഡി എന്താ? ആക്ച്വലി 1.1 to 1.15 ടൈംസ് ഫ്ലക്സ് 5 ആണ്. സോ 1.15 to 1.15. ഓക്കെ, ഫ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് പോൾ എന്താണ്? ഫ്ലക്സ് ഇൻ ദ പോൾ ബോഡി ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ പോൾ ബോഡി. ഓക്കെ, ഇതിനകത്ത് ഫ്ലക്സ് ഡെൻസിറ്റി ക്യാൻ ബി അസ്യൂംഡ് ബിറ്റ്വീൻ 1.4 to 1.6 വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഓൾസോ ഏരിയ ഓഫ് പോൾ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് പോൾ ഇൻറ്റു നെറ്റ് ആക്സിയൽ ലെങ്ത് ഓഫ് പോൾ എന്നാണ്. ഓക്കെ, അതിനകത്ത് നെറ്റ് ആക്സിയൽ ലെങ്ത് ഓഫ് പോൾ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ബൈ ഗ്രോസ് ലെങ്ത് ഇൻറ്റു സ്റ്റാക്കിംഗ് ഫാക്ടർ. ദിസ് വാല്യൂ ഓഫ് സ്റ്റാക്കിംഗ് ഫാക്ടർ ക്യാൻ ബി ഇൻ ബിറ്റ്വീൻ 0.93 to 0.95. ഓക്കെ, ഫ്രം ദിസ് we can find the width of pole as area of pole divided by net axial length of the pole. Okay. Third one, height of pole. Let us see how to find the height of pole. Okay. ഈ height of pole നമ്മൾ കണ്ടുപിടിക്കുന്നത് on the basis of MMF to be provided. Okay. എവിടെ? On the pole. ഏത് കാരണം? By field winding at full load. ഓക്കെ, സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഈ പോളില് ഈ ഫീൽഡ് വൈൻഡിങ് കാരണം ഉണ്ടാവുന്ന MMF നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ടു ഫൈൻഡ് ഹൈറ്റ് ഓഫ് പോൾ. സോ ഫുൾ ലോഡ് ഫീൽഡ് ആംപിയർ ടേൺസ് റിക്വയർഡ് ഫോർ പോൾ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ആർമേച്ചർ ആംപിയർ ടേൺസ് പെർ പോൾ. ഓക്കെ, സോ വി ക്യാൻ സീ ദാറ്റ് ഫുൾ ലോഡ് ഫീൽഡ് ആംപിയർ ടേൺസ് പെർ പോൾ that can be assumed between 1.7 to 2 times that of armature ampere turns per pole. So നമുക്കറിയാം armature ampere turns per pole ATA എന്താണ്? നമ്മൾ ഓൾറെഡി derived that equation, right? 1.35 into I phase T phase KW divided by P എന്നാണ്. Okay, where KW is the winding factor. Okay, therefore field ampere turns per pole at a full load ATFL is equal to 1.7 to 2 times ATA എന്ന് എഴുതാം എനിക്ക്. Okay, so we can say that height of the pole can be calculated based on height of the field coil that is required and the insulation. Okay, ഇതിന്റെ ബേസിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? height of the pole calculate ചെയ്യാൻ പറ്റും. Okay, first we have to find height of field coil. ഓക്കെ, നേരത്തെ പറഞ്ഞു നമുക്ക് ആദ്യം എന്ത് വേണ്ടി വരും? ഫീൽഡ് കോയിലിന്റെ ഹൈറ്റ് അറിയേണ്ടി വരും. ഓക്കെ, എങ്ങനെ ഫീൽഡ് കോയിലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം? ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ സം പാരാമീറ്റേഴ്സ്. IF ഈസ് ദ കറന്റ് ഇൻ ദ ഫീൽഡ് കോയിൽ, AF ഈസ് ദ ഏരിയ ഓഫ് ഫീൽഡ് കണ്ടക്ടർ, TF ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫീൽഡ് കോയിൽ ആൻഡ് RF ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് കോയിൽ, LMT is the length of mean turn of field coil, SF is the copper space factor, and HF is the height of field coil. Okay, DF depth of field coil, PF permissible loss per meter square of cooling surface of the field coil,
Rho is the specific resistance of copper. Okay, QF is the heat generated per unit volume. Okay. First, watts radiated from the field coil. ഫീൽഡ് കോയിൽ നിന്നും റേഡിയേറ്റ് ഔട്ട് ചെയ്യുന്ന വാട്ട്സ് റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓക്കെ, എക്സ്റ്റേണൽ സർഫസ് സർഫസിന്റെ ഡയമെൻഷൻസ് എക്സ്പ്രസ്ഡ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു വാട്ട്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഏതിന്റെ എക്സ്റ്റേണൽ സർഫസ് ആണ്? ഫീൽഡ് കോയിലിന്റെ ആണ്. സോ എക്സ്റ്റേണൽ സർഫസ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു വാട്ട്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വാട്ട്സ് റേഡിയേറ്റഡ് ഫ്രം ദ ഫീൽഡ് കോയിൽ കിട്ടും. ഓക്കെ, ഈ എക്സ്റ്റേണൽ സർഫസ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി? അത് എന്തൊക്കെ ചേരുന്നതാണ്? എക്സ്റ്റേണൽ പെരിഫറി ഓഫ് ഫീൽഡ് കോയിൽ. ഇത് ഫീൽഡ് കോയിലിന്റെ ആണ്. സോ എക്സ്റ്റേണൽ പെരിഫറി ഓഫ് ഫീൽഡ് കോയിൽ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് കോയിൽ ഇൻറ്റു ദിസ് വാട്ട്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ ലോസ് ഇൻ ദ കോയിൽ. കോയിലിൽ സംഭവിക്കുന്ന ടോട്ടൽ ലോസ്. ഓക്കെ, അതെന്താണ്? ഐ സ്ക്വയർ ആർ ലോസ്, ദാറ്റ് ഈസ് IF സ്ക്വയർ RF എന്നാണ്. ഓക്കെ, IF സ്ക്വയർ തന്നെ ഇട്ടു ഞാൻ. IF സ്ക്വയർ അതുപോലെ വന്നു. RFന് റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് വൈൻഡിങ്, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റോ LMT TF ഡിവൈഡഡ് ബൈ AF. Rho LMT TF divided by AF. Okay, where IF is the field current and Rho is the specific resistance and LMT is the length of mean turn and TF is the number of turns and AF is the area of conductor, field conductor. Okay, also we can say the total copper area in the field coil എന്ന് പറയുന്നത് AF into TF എന്നാണ്. AF എന്ന് പറയുന്നത് ഒന്നിന്റെയാണ്. സോ ഇൻറ്റു TF ചെയ്താൽ ടോട്ടൽ കോപ്പർ ഏരിയ ഇൻ ദ ഫീൽഡ് കോയിൽ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു SF HF DF ആണ്. ഓക്കെ, വി ഹാവ് ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് ഫോർമുല. AF ഈസ് ഇൻറ്റു TF ഈസ് ഈക്വൽ ടു SF HF DF. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? AFന്റെ വാല്യൂ കണ്ടുപിടിക്കാം. AF ഈസ് ഈക്വൽ ടു SF HF DF ഡിവൈഡഡ് ബൈ TF എന്ന് കിട്ടും. ഓക്കെ, സോ എന്ത് ചെയ്യണം? അതായത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിനകത്ത് നിന്നും ഈ രണ്ട് ടേം യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? AFന്റെ വാല്യൂ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് SF DF HF ഡിവൈഡഡ് ബൈ TF. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഫൈൻഡ് ദ വാട്ട്സ് ലോസ് പെർ കോയിൽ. നമുക്ക് ടോട്ടൽ ലോസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാട്ട്സ് ലോസ് പെർ കോയിൽ. ഓക്കെ, വാട്ട്സ് ലോസ്റ്റ് പെർ കോയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ലോസ് നമുക്കറിയാം, ദാ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യണം? അടുത്ത ഘട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ AFന് പകരം എന്തിട്ട് കൊടുക്കും? ദാ ഈ കിട്ടിയ ഇക്വേഷൻ, AFന്റെ ഇക്വേഷൻ എന്താ? അത് SF DF HF ഡിവൈഡഡ് ബൈ TF എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? ഇട്ട് കൊടുത്തു. ഓക്കെ, ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും എനിക്ക്? IF സ്ക്വയർ ഇൻറ്റു റോ LMT TF ഇൻറ്റു TF ഡിവൈഡഡ് ബൈ SF HF DF. Okay, on simplifying this equation we can derive IF TF the whole square. Okay, theta into LMT divided by SF HF DF എന്ന് കിട്ടും. Okay, next, loss dissipated from the field coil. It can be given by QF into cooling surface of the field coil. Okay, where QF is the heat generated per unit volume, that's into cooling surface of the field coil. Okay, so നമ്മൾ ആ സർഫസ് കണ്ടുപിടിക്കേണ്ടി വരും. ഏത്? ദാറ്റ് ഈസ് കൂളിംഗ് സർഫസ് ഓഫ് ഫീൽഡ് കോയിൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഇൻറ്റു QF ചെയ്യണം നമുക്ക്. സോ എന്നാൽ മാത്രമേ ലോസ് ഡെസിപ്പേറ്റഡ് ഫ്രം ദ ഫീൽഡ് കോയിൽ കാണാൻ പറ്റുള്ളൂ. സോ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ കോയിൽ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം സർഫസിലുള്ള ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ക്യാൻ ബി നെഗ്ലിജിബിൾ. സോ കൂളിംഗ് സർഫസ് ഓഫ് ദ ഫീൽഡ് കോയിൽ നമ്മൾ ടോപ്പും ബോട്ടവും കളഞ്ഞാൽ കൂളിംഗ് സർഫസ് ഓഫ് ദ ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് ഓക്കെ 2 into LMT into HF എന്നാണ്. HF is the height of field winding, LMT is the length of mean turn. So loss dissipated from the field coil എന്തായത്? 2 into LMT into HF. This is into QF എന്ന് കിട്ടും. Okay. Temperature rise
ഒരു വിത്തിൻ ദ ലിമിറ്റ് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ വാട്ട്സ് ലോസ് പെർ കോയിൽ, ഓക്കെ, ലോസ്റ്റ് ആവുന്ന വാട്ട്സ് പെർ കോയിലിന്റെ വാല്യൂ എന്ന് പറയുന്നത് വാട്ട്സ് റേഡിയേറ്റഡ് ഫ്രം ദ കോയിലിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, രണ്ടിന്റെയും ഇക്വേഷൻസ് വി ഹാവ് ഓൾറെഡി ഡിറൈവ്ഡ്, രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്നാണ് ആക്ച്വലി എന്തിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്, എച്ച് എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എച്ച് എഫ് ഈസ് ഈക്വൽ ടു എ ടി എഫ് എൽ ഇൻറ്റു 10⁻⁻⁴ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എസ് എഫ് ഡി എഫ് ക്യു എഫ് എന്ന് കിട്ടും. ഓക്കെ, here depth of field coil can be assumed from 3 to 5 centimeter. Copper space factor can be in between 0.6 to 0.8. Loss per meter square may be assumed as 700 to 750 watts per meter square. Okay, നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു, ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് കോയിലും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ പോള് പറയാം. എന്തൊക്കെയാണ്, ഹൈറ്റ് ഓഫ് ഫീൽഡ് കോയിലും പിന്നെ അതിന്റെ കൂടെ ഹൈറ്റ് ടേക്കൺ ബൈ ദി ഇൻസുലേഷനും ഉണ്ട്, പിന്നെ ചെറിയൊരു ഹൈറ്റും കൂടെ ഉണ്ട്, ഹൈറ്റ് ഓഫ് ദ പോൾ ഷൂ. ഓക്കെ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഡിസൈൻ ഓഫ് ഫീൽഡ് വൈൻഡിങ് എന്താന്ന് നോക്കാം. ഓക്കെ, ഡിസൈൻ ഓഫ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് അതുവഴി കിട്ടുന്ന ഇൻഫർമേഷൻസ്. ഫസ്റ്റ് വൺ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടർ ഓഫ് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് കറന്റ് ഇൻ ഫീൽഡ് വൈൻഡിങ്, ഓരോ ഫീൽഡ് വൈൻഡിങ്ങിലും കറണ്ട് എത്ര. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, അറേഞ്ച്മെന്റ് ഓഫ് ടേൺസ്, എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്, റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് വൈൻഡിങ്, ദെൻ കോപ്പർ ലോസ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ്. സോ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏതിന്റെ ഡിസൈൻ ആണ്, ഡിസൈൻ ഓഫ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ ഓഫ് ഫീൽഡ് വൈൻഡിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ജനറലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സൈറ്റർ വോൾട്ടേജ്, അതിന്റെ റേഞ്ച്, ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 110 volts to 440 watt. ഓക്കെ, അതിനകത്ത് 50 to 20% ഓഫ് ദിസ് വോൾട്ടേജ് ഇസ് കെപ്റ്റ് ആസ് ഡ്രോപ്പ് അക്രോസ് ഫീൽഡ് കൺട്രോളർ. Therefore, voltage per coil VC is equal to 0.8 to 0.85 times exciter voltage per pole, number of poles എന്നാണ്. Okay, that is VC is equal to 0.8 to 0.85 exciter voltage divided by P എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have to assume suitable value of depth of field coil. Okay, ഫീൽഡ് കോയിലിന്റെ ഡെപ്തിന് suitable value we have to choose അടുത്ത സ്റ്റെപ്പില്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് മീൻ ടേൺ ഇൻ ദ ഫീൽഡ് കോയിൽ. ഓക്കെ, ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം ദ ഡയമെൻഷൻസ് ഓഫ് പോൾ ആൻഡ് ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ്. ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ് നമ്മൾ പെട്ടെന്ന് തൊട്ട് മുകളിൽ അസ്യൂം ചെയ്തു. Therefore, അത് ഉപയോഗിച്ച് നമുക്ക് മീൻ ലെങ്ത് ഓഫ് ടേൺ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into LP plus BP plus pi into DF plus 2TI എന്നാണ്. Here TI is the thickness of insulation on the pole. ഓക്കെ, അതായത് പോൾ ഡയമെൻഷൻസിൽ നിന്നും അതുകൂടാതെ ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ്ങിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മീൻ ലെങ്ത് ഓഫ് ടേൺ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതിൽ TI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഓൺ ദ പോൾ ആണ്. ഓക്കെ, ആദ്യം VC കണ്ടുപിടിക്കുക, വോൾട്ടേജ് പെർ കോയിൽ അറിയണം എത്രയാന്നുള്ളത്, ശേഷം DFന് ഡെപ്ത് ഓഫ് ഫീൽഡ് കോയിലിന് ഒരു വാല്യൂ അസ്യൂം ചെയ്യണം, ശേഷം മീൻ ലെങ്ത് ഓഫ് ടേൺ ഇൻ ദ ഫീൽഡ് കോയിൽ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ്, അതായത് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് കോയിലിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. RF is equal to rho LMT into TF divided by AF എന്നാണ്. rho LMT TF divided by AF എന്നാണ്. ഓക്കെ, ദിസ് ഇസ് റെസിസ്റ്റൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കോയിൽ ഡിവൈഡഡ് ബൈ ഫീൽഡ് കറണ്ട് IF എന്നാണ്. ഇത് തെറ്റാണ്, ഇവിടെ ഫീൽഡ് കോയിലിന് എഴുതിയ ഫീൽഡ് കറണ്ട് എന്നാണ് വേണ്ടത്. ഓക്കെ, therefore VC divided by IF is equal to, അതായത് വോൾട്ടേജ് അക്രോസ് കോയിൽ ദാറ്റ് ഈസ് VC ഡിവൈഡഡ് ബൈ ഫീൽഡ് കറണ്ട് IF is equal to rho LMT TF divided by AF എന്ന് എഴുതാം. അതിനകത്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് rho LMT into IF TF divided by VC എന്ന് കിട്ടും.
ഓക്കെ, ഇതിനകത്ത് ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ബൈ അസ്യൂമിങ് suitable വാല്യൂ ഓഫ് കറന്റ് ഡെൻസിറ്റി ഇൻ ദ ഫീൽഡ് വൈൻഡിങ്. അതിന്റെ ജനറൽ റേഞ്ച് എന്ന് പറയുന്നത് 3.5 to 4 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അതിനകത്ത് നിന്ന് ദർഫോർ ഐ എഫ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? ഐ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് ഇൻറ്റു എ എഫ്. ഡെൽറ്റ എഫ് ആണ് കറണ്ട് ഡെൻസിറ്റി, എ എഫ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, ടേൺസ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ് ആക്ച്വലി എന്താണ്? ഫുൾ ലോഡ് ഫീൽഡ് ആംപിയർ ടേൺസ് ഡിവൈഡഡ് ബൈ ഫീൽഡ് കറണ്ട് എന്നാണ്. ദാറ്റ് ഈസ് ATFL ഡിവൈഡഡ് ബൈ IF. ഇത് ഉപയോഗിച്ച് എനിക്ക് എന്തും കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ഫീൽഡ് വൈൻഡിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ എന്താണ്? HF is equal to ATFL into 10⁻⁻⁴ divided by square root of SF TF QF എന്നാണ്. ഓക്കെ, what is the resistance of field winding? Rho LMT TF divided by AF എന്നാണ്. ഓക്കെ, കോപ്പർ ലോസ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ് ഇറ്റ് ഈസ് ആക്ച്വലി IF square into RF എന്നാണ്. ഓക്കെ, സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിങ്ക്രോണസ് മെഷീൻ്റെ ഫീൽഡ് സർക്യൂട്ട് ഡിസൈനിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഡിസൈൻ ഫോർമുലാസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, PPTs എല്ലാം കൃത്യമായിട്ട് നോക്കുക, വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.